ഓക്കെ, ഒരു അരമണിക്കൂറുള്ള. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ലിസ്റ്റ് ഉണ്ട്. അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അതേപോലെ ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അതേപോലെ ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പേരാണ് ബുള്ളറ്റഡ് ലിസ്റ്റ്. അതായത് നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ബുള്ളറ്റുകളായിരിക്കും വരിക. ബുള്ളറ്റ് മീൻസ് അത് ഡിസ്കായിട്ടോ സർക്കിളായിട്ടോ സ്ക്വയറായിട്ടോ ഒക്കെ ബുള്ളറ്റ് വരാം. ഈ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ UL ടാഗ് ഉപയോഗിക്കുന്നു. ഇതിനകത്ത് ഓരോ ഐറ്റംസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി LI ടാഗ് ഉപയോഗിക്കുന്നു. അപ്പം UL ടാഗ് ഓപ്പൺ ചെയ്തിട്ട് /ULനും ഇടയ്ക്ക് LI ടാഗ് ഉപയോഗിച്ച് നമ്മൾ എന്തെല്ലാം കൊടുത്താലും അതെല്ലാം ഈ ഡിസ്ക് ടൈപ്പിലായിരിക്കും വരിക. അതിനുശേഷം നമുക്ക് ഈ ബുള്ളറ്റിംഗ് സ്റ്റൈൽ മാറ്റി കൊടുക്കാം. ഈ ബുള്ളറ്റിംഗ് സ്റ്റൈൽ വേണമെങ്കിൽ സ്ക്വയർ ആക്കാം, സർക്കിൾ ആക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ വെച്ചാൽ UL ടാഗിൻ്റെ കൂടെ ടൈപ്പ് ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബുള്ളറ്റിംഗ് സ്റ്റൈൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ടാഗ് എന്ന് പറഞ്ഞാൽ OLM/OLU ആണ്. അതായത് അതിൻ്റെ നമ്പറിങ് സ്റ്റൈലായിരിക്കും. അതായത് 1 2 3 എന്നുള്ള ഫോർമാറ്റിലോ അല്ലെങ്കിൽ ABCD എന്നുള്ള ഫോർമാറ്റിലോ ഒക്കെ ആയിരിക്കും നമ്പറിങ് സ്റ്റൈൽ വരിക. അതായത് ഓർഡേർഡ് ലിസ്റ്റ് വരിക. അതിൻ്റെ ടാഗ് എന്ന് പറയുന്ന OL ആയിരിക്കും. OLനും /OLനും ഇടയ്ക്ക് LI ടാഗ് ഉപയോഗിച്ച് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ടൈപ്പ് ആട്രിബ്യൂട്ട് കൊടുത്തില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് 1 2 3 ആയിരിക്കും. ടൈപ്പ് ഈക്വൽ ടു A എന്ന് പറഞ്ഞ് കൊടുത്താൽ അത് ABCD എന്നുള്ള ഓർഡറിൽ വരും. ടൈപ്പ് ഈക്വൽ ടു നമ്മൾ ക്യാപിറ്റൽ I കൊടുത്താൽ ക്യാപിറ്റൽ റോമൻ ലെറ്റേഴ്സ്, ലാർജ് റോമൻ ലെറ്റേഴ്സ് വരും. സ്മോൾ ലെറ്റർ I കൊടുത്തു കഴിഞ്ഞാൽ സ്മോൾ റോമൻ ലെറ്റേഴ്സ്. അപ്പോൾ ഇത് എന്ത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇനി ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് DL ടൈപ്പിനകത്ത് വേറൊരു കാര്യമുണ്ട്. OL ടാഗിനകത്ത് നമുക്ക് സ്റ്റാർട്ട് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർട്ട് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ OL ടൈപ്പ് ഈക്വൽ ടു I സ്റ്റാർട്ട് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലാർജ് റോമൻ ലെറ്റേഴ്സിൽ 5ാമത്തെ ലെറ്റർ മുതലായിരിക്കും അതിൻ്റെ ഇത് നമ്പറിങ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യാം. ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടാഗ് DLM/DLU ആണ്. അതിനുള്ളിൽ അതിൻ്റെ ടേംസ് നമുക്ക് DT ടാഗ് ഉപയോഗിച്ചും ഡെഫിനിഷൻ നമുക്ക് DD ടാഗ് ഉപയോഗിച്ചും സൂചിപ്പിക്കാം. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി ഈ ലിസ്റ്റ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് നെസ്റ്റഡ് ലിസ്റ്റ് ഉണ്ടാക്കാം. നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ക്യാൻ ബി ഗിവൺ അണ്ടർ ഈച്ച് ഐറ്റം ഓഫ് അനദർ ലിസ്റ്റ്. ഒരു ലിസ്റ്റിൻ്റെ ഓരോ ഐറ്റത്തിൻ്റെയും ഉള്ളിൽ മറ്റൊരു ലിസ്റ്റ് കൊടുക്കുന്നതിനാണ് നമ്മൾ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയാം. ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ക്യാൻ ബി ഗിവൺ അണ്ടർ ഈച്ച് ഐറ്റം ഓഫ് അനദർ ലിസ്റ്റ്. ഒരു ലിസ്റ്റിൻ്റെ ഓരോ ഐറ്റത്തിൻ്റെയും ഉള്ളിൽ എല്ലാത്തിനും വേണം നിർബന്ധമില്ല, ഏതെങ്കിലുമൊക്കെ ഐറ്റത്തിൻ്റെ മുന്നിൽ മറ്റൊരു ലിസ്റ്റ് കൊടുക്കുന്നതിന് നമ്മൾ നെസ്റ്റഡ് ലിസ്റ്റ് എന്നോ നെസ്റ്റിംഗ് ഓഫ് ലിസ്റ്റ് എന്നോ ഒക്കെ പറയും. ഇത് കൊടുക്കാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതൊരു നെസ്റ്റഡ് ലിസ്റ്റിന് എക്സാമ്പിൾ ഉണ്ട് എന്ന് നോക്കിയേ. ഇതിനകത്തുള്ള ഔട്ടർ ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ലിസ്റ്റിനുള്ളിൽ ഒന്നാമത്തെ ഐറ്റത്തിന് മുകളിൽ നമ്മൾ കീബോർഡ്, മൗസ്, സ്കാനർ, MCR കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഔട്ട്പുട്ട് ഡിവൈസ് എന്നുള്ള രണ്ടാമത്തെ ഐറ്റത്തിനുള്ളിൽ പ്രിൻ്റർ, മോണിറ്റർ, സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അടുത്ത മെമ്മറി ഡിവൈസസ് എന്നുള്ള ഈ ഐറ്റത്തിനുള്ളിലാണ് ഹാർഡ് ഡിസ്ക്, CD-ROM, ഫ്ലാഷ് ഡ്രൈവ്. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രാക്ടിക്കലിനും ഉള്ള ക്വസ്റ്റ്യനാണ്. അതായത് ഇതേപോലെ നെസ്റ്റഡ് ലിസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടിക്കലിൻ്റെ ഷുവർ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത്. അത് സിമ്പിളാണ്, വലിയ പാടൊന്നുമില്ല. ഇത് നമ്മൾ അറിയേണ്ട കാര്യം. ഈ ടൈപ്പ് ഇത് ചോദിച്ചാൽ ഇനി പറഞ്ഞിട്ട് ഈ 1 2 3 എന്നുള്ളത് ഏത് ടൈപ്പ് ലിസ്റ്റാണ്? ഏത് ടൈപ്പ് ലിസ്റ്റാണ് ഹിബ? 1 2 3 എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ലിസ്റ്റാണോ അൺഓർഡേർഡ് ലിസ്റ്റാണോ? 1 2 3 എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ലിസ്റ്റാണ് 1 2 3. അപ്പം അതിൻ്റെ ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് OL ടാഗിനുള്ളിലാണ് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും മെമ്മറി ഡിവൈസസും എഴുതണ്ടേ. അപ്പോൾ ഇത് ഓർഡേർഡ് ലിസ്റ്റാണ്. ഇതിനകത്ത് ഈ ഇൻപുട്ട് ഡിവൈസസിനുള്ളിൽ എഴുതിയേക്കുന്ന ലിസ്റ്റ്, ഈ പോർഷൻ ഏത് ലിസ്റ്റ് ഉപയോഗിച്ചാണ് കാണിക്കേണ്ടത്? കീബോർഡ്, മൗസ്. അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ടൈപ്പ് എന്തായിരിക്കണം? ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ ആയിരിക്കണം. ഇത് അൺഓർഡേർഡ് ലിസ്റ്റാണ്. അതിൻ്റെ അതായത് ഈ അൺഓർഡേർഡ് ULനും /ULനും വരേണ്ട ഐറ്റംസ് പറയുന്ന കീബോർഡ്, മൗസ്, സ്കാനർ, MICR. ഇൻപുട്ട് ഡിവൈസസിന് ശേഷം വീണ്ടും ഒരു ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് അൺഓർഡേർഡ് ലിസ്റ്റാണ്. അതിൻ്റെ ടൈപ്പ് സർക്കിളാണ്. ആ ലിസ്റ്റിനുള്ളിൽ രണ്ട് ഐറ്റംസാണ് കീബോർഡ്, മൗസ്, സ്കാനർ, MICR എന്ന് പറയുന്നത്. അടുത്ത വീണ്ടും മെയിൻ ലിസ്റ്റിലെ രണ്ടാമത്തെ ലിസ്റ്റാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ. അതിനുള്ളിൽ എഴുതിയേക്കുന്ന ഈ പ്രിൻ്റർ, മോണിറ്റർ, സ്പീക്കർ എന്ന് പറയുന്ന ഈ ലിസ്റ്റ് ഏത് ലിസ്റ്റാണ്? അൺഓർഡേർഡ് ലിസ്റ്റ്. അതിൻ്റെ ടൈപ്പ് ഏതാ? സ്ക്വയർ. അത് മൂന്നാമത്തെയാണ് മെമ്മറി ഡിവൈസസ് എന്ന് പറയുന്നത്.
അത് നമുക്കറിയാം. അതിൻ്റെ ലിസ്റ്റ് ഏതാണ്? മെമ്മറി ഡിവൈസസിനുള്ളിലെ ലിസ്റ്റ് ഏതാണ്? അതും അൺഓർഡേർഡ് ലിസ്റ്റാണ്. അതിൻ്റെ ടൈപ്പോ സർക്കിൾ. അപ്പോൾ ഈ ഒരു മെയിൻ ലിസ്റ്റിലെ ഓരോ ഐറ്റത്തിൻ്റെയും ഉള്ളിൽ വീണ്ടും വേറൊരു ലിസ്റ്റ് എഴുതുന്നതിന് പറയുന്ന പേരാണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഓർത്തോണം, ഒരു OL ടാഗ് ഉണ്ടാവും മെയിൻ ലിസ്റ്റ് എഴുതാൻ വേണ്ടി. പിന്നെ എത്ര UL ടാഗ് ഉണ്ടാവും? ഇവിടെ ഒരു UL ടാഗ് ഉണ്ടാവും, ഇവിടെ ഒരു UL ടാഗ് ഉണ്ടാവും, ഇവിടെ ഒരു UL ഉണ്ട്. അതായത് ഇൻപുട്ട് ഡിവൈസസ് കഴിഞ്ഞിട്ടൊരു UL ടാഗ് വേണം. MICR കഴിഞ്ഞ് ക്ലോസ് ചെയ്യുക. അതായത് ഔട്ട്പുട്ട് ഡിവൈസസിന് മുമ്പ് ക്ലോസ് ചെയ്യുക. ഔട്ട്പുട്ട് ഡിവൈസസ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു UL ടാഗ് വേണം. അത് മെമ്മറി ഡിവൈസസിന് മുമ്പ് ക്ലോസ് ചെയ്യുക. വീണ്ടും മെമ്മറി ഡിവൈസസ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു UL ടാഗ് വേണം. ഏത് അവസാനത്തെ OL ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതും ക്ലോസ് ചെയ്യുക. ഓക്കെ ആണോ? ഇവിടെ ഓരോന്നും ഇത് നോക്കി തന്നെ നമുക്ക് ചെയ്യാം. ഇൻപുട്ട് ഡിവൈസസ് കഴിഞ്ഞാൽ ഉടനെ ഒരു UL ടാഗാണ്. ഔട്ട്പുട്ട് ഡിവൈസസ് കഴിഞ്ഞാൽ ഉടനെ ഒരു UL ടാഗാണ്. മെമ്മറി ഡിവൈസസ് കഴിഞ്ഞ ഉടനെ ഒരു UL ടാഗാണ്. ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നോക്കട്ടെ, രണ്ടും കൂടെ എടുത്ത് വയ്ക്കാമെന്ന് ഞാൻ നോക്കട്ടെ. ഇത് നോക്കി നമുക്ക് ചെയ്യാം. വലിയ ബുദ്ധിമുട്ടില്ലാതപ്പോൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഇത്ര മതി. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ടാഗ് പറഞ്ഞോ. ഫസ്റ്റ് ടാഗ് HTML. ഓക്കെ, അടുത്ത ടാഗ് ഹെഡ്. അടുത്ത ടാഗ് ടൈറ്റിൽ എന്ത് കൊടുക്കാം? നെസ്റ്റഡ് ലിസ്റ്റിന് ടാഗ് കൊടുക്കാം. നെസ്റ്റഡ് ലിസ്റ്റ്. ഇത് ക്യാപിറ്റൽ ലെറ്റർ വേണം നിർബന്ധമൊന്നുമില്ല, സ്മോൾ ലെറ്ററിൽ വേണമെങ്കിലും കൊടുക്കാം. /ടൈറ്റിൽ. ഇനി എന്ത് ക്ലോസ് ചെയ്യണം? ടൈറ്റിൽ ക്ലോസ് ചെയ്ത് ഹെഡ് ക്ലോസ് ചെയ്യാം. /ഹെഡ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. അതായത് ഹെഡ് സെക്ഷൻ കഴിഞ്ഞു. ഹെഡ് സെക്ഷനുള്ളിൽ നമ്മൾ ടൈറ്റിൽ വെച്ചിട്ടുണ്ട്. അടുത്ത ഏത് സെക്ഷൻ ഓപ്പൺ ചെയ്യണം? ബോഡി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിൽ എങ്ങനെ കൊടുക്കാം? BG കളർ. ഓക്കെ, BG കളർ ഈക്വൽ ടു എന്ത് കളർ കൊടുക്കണം? ഇഷ്ടമുള്ള കളർ പറഞ്ഞോ. ബ്ലൂ കൊടുക്കാം. ഓക്കെ, ഒരു പ്രശ്നമില്ല, ബ്ലൂ കൊടുക്കാം. വേറെ പ്രശ്നമുണ്ട്, ബ്ലൂവിനകത്ത് ബ്ലാക്ക് അധികം വിസിബിൾ ആകില്ല. അതുകൊണ്ട് നമുക്ക് നെറ്റിൻ്റെ കളർ മാറ്റി കൊടുക്കാം. ഒരു പ്രശ്നമില്ല കേട്ടോ. നമുക്ക് വീണ്ടും ഇതിൻ്റെ ഫോണ്ട് കളർ, ബാക്കിയുള്ളതിൻ്റെ ഫോണ്ട് കളർ മൊത്തം അങ്ങ് മാറ്റുന്നത്. ഫോണ്ട് കളർ ഈക്വൽ ടു നമ്മൾ വൈറ്റ് എന്ന് കൊടുക്കും. ബ്ലൂവിനുള്ളിൽ വൈറ്റ് നല്ല ഭംഗി ഉണ്ടാവും. ടെക്സ്റ്റ് എല്ലാത്തിനും ഒരേ കളർ കൊടുക്കുക. നമുക്കിത് എല്ലാത്തിനും ഒരേ കളർ കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിന് മാത്രമേ ഇവിടെ വേണമെങ്കിലും കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇവിടെ വേണമെങ്കിലും കൊടുത്താൽ മതി. എല്ലാത്തിനും വൈറ്റ് കളർ മതിയെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഈക്വൽ ടു എങ്ങനെ കൊടുക്കുക? വൈറ്റ് എന്ന് കൊടുക്കുക. ടെക്സ്റ്റ് ഈക്വൽ ടു വൈറ്റ്. അതല്ലാതെ നമുക്ക് ഓരോന്നിനും വേണമെങ്കിൽ ഓരോ കളർ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് ഈക്വൽ ടു വൈറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഫോണ്ട് കളർ കളഞ്ഞേക്കാം. ഫോണ്ട് കളറിന് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെബ് പേജിൽ ഫുള്ള് വൈറ്റ് കളറിലായിരിക്കും കേട്ടോ. എല്ലാ കണ്ടന്റും വൈറ്റ് കളറിലായിരിക്കും. നമുക്ക് അങ്ങനെ വേണമെന്നില്ല. നമുക്ക് കളർ ഓരോന്നിനും ഓരോ കളർ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അത് കൊടുത്തു. ഇനി ഈ നെസ്റ്റഡ് ലിസ്റ്റ് എന്നുള്ള ഹെഡിങ് ആണ്. എങ്ങനെ കൊടുക്കാം? നമുക്ക് വേണ്ട, ഇതിനകത്ത് കമ്പ്യൂട്ടർ ഡിവൈസസ് എന്ന് കൊടുക്കാം, അല്ല കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് കൊടുക്കാം. ഹെഡിങ് കൊടുക്കണം. ഏതാ ടാഗ്? H1. അതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അലൈൻ ഈക്വൽ ടു സെൻറ്റർ. H1 അലൈൻ ഈക്വൽ ടു സെൻറ്റർ കൊടുത്തു. ദെൻ ഹെഡിങ് എന്താ കൊടുക്കുന്നത്? കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ കൊടുക്കും. എന്നിട്ട് H1 ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ആ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ അടിയിൽ ഒരു വര വരയ്ക്കണേ. എന്ത് ചെയ്യണം? ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് ഒന്ന് കുറയ്ക്കാം. വിഡ്ത്ത് ഈക്വൽ ടു നമുക്ക് 50%, പകുതി വരെ മതി. 50% കൊടുക്കാം. നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഒന്നും കൊടുത്തില്ലെങ്കിൽ ഫുള്ള് വരും. അതിൻ്റെ സൈസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. സൈസ് ഈക്വൽ ടു 5 എന്ന് കൊടുക്കുന്നു.
അതേപോലെ കളർ വേണ്ട, കളർ വൈറ്റ് കളർ അത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ എന്താണ്, ഈ ലിസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇവിടെ ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ഡിവൈസസ് എന്നുള്ളത് ഓർഡേർഡ് ലിസ്റ്റാണ്, അല്ലെങ്കിൽ നമ്പേർഡ് ലിസ്റ്റാണ്. ഈ നമ്പേർഡ് ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഏത് ടാഗ് ഉപയോഗിക്കണം? OL ടാഗ് ഉപയോഗിച്ച് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്പേർഡ് ലിസ്റ്റ് കൊടുക്കും. ഇതിന് ടൈപ്പ് ആട്രിബ്യൂട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം എന്താ, ഡിഫോൾട്ട് നമ്പറിംഗ് സ്റ്റൈൽ 1 2 3 ആയതുകൊണ്ട് അവിടെ ടൈപ്പ് ആട്രിബ്യൂട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, ടൈപ്പുകൾ 1 വേണമെങ്കിൽ കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും 1 2 3 എന്നുള്ള ഓർഡർ വരുള്ളൂ. ഇനി അതിനകത്ത് ലിസ്റ്റുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ഡിവൈസസ് എന്നുള്ള ലിസ്റ്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം പറഞ്ഞോ? എല്ലായി അത് ഏതാ ഇൻപുട്ട് അല്ല, ഇൻപുട്ട് ഡിവൈസസ്. ഇത് നമ്മൾ LI ക്ലോസ് ചെയ്തു. ഇൻപുട്ട് ഡിവൈസസ് LI ക്ലോസ് ചെയ്തു. അതിനുശേഷം അടുത്ത ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി എനിക്ക് നല്ല ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, അതേപോലെ മെമ്മറി ഡിവൈസസ് എന്നുള്ള 3 ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി. ഇതിന് ഇടയ്ക്കോട്ടാണ് നമ്മൾ ഈ ബാക്കി ചേർക്കുന്നത് കേട്ടോ. LI അടുത്തതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസസ് /LI, ദെൻ വീണ്ടും അടുത്ത LIക്കകത്ത് മെമ്മറി ഡിവൈസസ്. അപ്പം ആദ്യത്തെ മെയിൻ ലിസ്റ്റ് കഴിഞ്ഞു, മെമ്മറി ഡിവൈസസ് LI. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ OL ടാഗ് ക്ലോസ് ചെയ്യുന്നു. അപ്പം നമ്മുടെ കയ്യിൽ ഈ ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ഡിവൈസസ് എന്നുള്ള ആ 1 2 3 മാത്രം ഉള്ളെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ചെയ്യുക അല്ല. OL ടാഗ് ഓപ്പൺ ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ള ലിസ്റ്റുകളായിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും മെമ്മറി ഡിവൈസസും നമ്മൾ LI ടാഗ് ഉപയോഗിച്ച് ചെയ്യും. ഓക്കെ അല്ലേ? ആണോ? അതായത് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസസ് എന്നുള്ളതാണ് ആ നമ്പറിംഗ് സ്റ്റൈൽ 1 2 3ൽ വരുന്ന ലിസ്റ്റുകളിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻപുട്ട് ഡിവൈസസ് കഴിയുമ്പോൾ അവിടെ വേറൊരു ലിസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഏത് ലിസ്റ്റാണ്? ഇൻപുട്ട് ഡിവൈസസ് കഴിയുമ്പോൾ നമ്മളൊരു അൺഓർഡർഡ് ലിസ്റ്റ് അവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്, UL. എന്നിട്ട് ടൈപ്പ് എന്താ? ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ, ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ. ഓക്കെ, ഇനി അതിനകത്ത് ബാക്കി ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക പറഞ്ഞു? OL ക്ലോസ് ചെയ്യലോ, അവസാനം ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മൾ OL ഓപ്പൺ ചെയ്തു, അതിനകത്ത് ലിസ്റ്റ് എല്ലാം എഴുതി, ഇൻപുട്ട് ഡിവൈസ് എഴുതി, ഔട്ട്പുട്ട് ഡിവൈസ് എഴുതി, മെമ്മറി ഡിവൈസ്, അവസാനം OL ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻപുട്ട് ഡിവൈസസ് കഴിഞ്ഞ ഉടൻ ഒരു അൺഓർഡർഡ് ലിസ്റ്റ് ഉണ്ട്, അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. UL ടാഗ് ആണെങ്കിൽ ശകലം നീക്കിയിട്ട് കാണിച്ചു തരാം. ആ ഇൻപുട്ട് ഡിവൈസസ് കഴിയുമ്പോൾ നമുക്കൊരു അൺഓർഡർഡ് ലിസ്റ്റ് ഉണ്ട്, അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് സർക്കിളാണ്. ആ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ലിസ്റ്റുകൾ പറഞ്ഞ ഏതൊക്കെ വരുമെന്ന് എല്ലായി. ഏതാണ് ഒന്നാമത്തെ കീബോർഡ്. ഓക്കെ, /LI. വീണ്ടും അടുത്ത LI മൗസ് അത് ക്ലോസ് ചെയ്തു. വീണ്ടും അടുത്ത LI, ഇതാണ് സ്കാനർ. ഓക്കെ, സ്കാനർ ആ LI ക്ലോസ് ചെയ്തു. വീണ്ടും അടുത്ത LI MICR, അതായത് ചെക്ക് ക്ലിയറൻസിന് വേണ്ടിയുള്ള ഇൻപുട്ട് ഡിവൈസാണ് കേട്ടോ. LMICR എന്ന് പറഞ്ഞ് ബാങ്കിലൊക്കെ ഉപയോഗിക്കുന്നു. /LI. അപ്പം നോക്കിയേ, ആ അൺഓർഡർ ലിസ്റ്റ് അവിടെ കഴിഞ്ഞോ? അപ്പം എന്ത് ചെയ്യണം? അത് ക്ലോസ് ചെയ്യുക, ആ UL ക്ലോസ് ചെയ്യുക. അപ്പം നോക്കിയേ, ഇൻപുട്ട് ഡിവൈസസിന് ശേഷമുള്ള ഈ ലിസ്റ്റ് മുഴുവൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. UL ടാഗ് ഉപയോഗിച്ചു, അതിൻ്റെ ലിസ്റ്റുകളെല്ലാം എഴുതി. ടൈപ്പുകൾ സർക്കിൾ കൊടുക്കാൻ കാരണം ഇതിൻ്റെ ടൈപ്പ് സർക്കിൾ, ബുള്ളറ്റിംഗ് സ്റ്റൈൽ സർക്കിൾ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ടൈപ്പുകൾ സർക്കിൾ കൊടുത്ത് ആ ലിസ്റ്റെല്ലാം ക്രിയേറ്റ് ചെയ്തു. ഇനി ഏത് കഴിഞ്ഞിട്ടാ? ഇനി എവിടെ കഴിഞ്ഞിട്ടാണ് വേണ്ടേ? അടുത്ത ലിസ്റ്റ്. OL ഒന്നുമില്ല,
ഔട്ട്പുട്ട് ഡിവൈസ് നമ്മൾ ആ ഓയിലിൻ്റെ എല്ലാം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഓയിൽ ടാഗിൻ്റെ 1 2 3 എന്ന് പറയുന്ന നമ്പറിങ് സ്റ്റൈലിലുള്ള എല്ലാ ലിസ്റ്റുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് ഡിവൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഔട്ട്പുട്ട് ഡിവൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മെമ്മറി ഡിവൈസ് 3 നമ്മൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇൻപുട്ട് ഡിവൈസ് കഴിയുമ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി. ഓക്കെ, ഇനി ഏത് കഴിഞ്ഞിട്ട് അടുത്ത ലിസ്റ്റ്? അല്ല, ഏത് കഴിഞ്ഞിട്ടാന്ന് പറ. ഔട്ട്പുട്ട് ഡിവൈസ് കഴിഞ്ഞിട്ടാണ് അടുത്ത ലിസ്റ്റ്. അത് ഏത് ടാഗാണ് വേണ്ടത്? അൺഓർഡേഡ് ലിസ്റ്റാണോ ഓർഡേഡ് ലിസ്റ്റാണോ? അതേതാ ടാഗ്? UL. ഓക്കെ, എൻ്റെ ടൈപ്പ് എന്താ? ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ. ഓക്കെ, ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ. ഇനി അതിൻ്റെ ലിസ്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പറഞ്ഞോ, അതിൻ്റെ ലിസ്റ്റുകൾ ഏതൊക്കെയാണ്? LI പ്രിൻ്റർ. ഓക്കെ, അടുത്ത ലിസ്റ്റ് മോണിറ്റർ. ഇപ്പോഴേക്ക് ശ്വാസം മുടൽ വല്ലതും ഉണ്ടോ? അടുത്ത ഏതാ? സ്പീക്കർ. ഓക്കെ, അപ്പം നോക്കിയേ, ആ ലിസ്റ്റും കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? അപ്പം എന്ത് ചെയ്യണം? ആ ലിസ്റ്റും എവിടെ ക്ലോസ് ചെയ്യണം? എങ്ങനെ ക്ലോസ് ചെയ്യണം? /UL. പ്രോപ്പറായിട്ട് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ലിസ്റ്റ് കിട്ടത്തില്ല. അതായത് ഈ സർക്കിൾ ബുള്ളറ്റ് സ്റ്റൈൽ വരുന്ന ലിസ്റ്റിനകത്ത് കീബോർഡ്, മൗസ്, സ്കാനർ, MICR മാത്രമേ ഉള്ളൂ. അത്രയും കഴിയുമ്പോൾ ആ ലിസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കണം. പിന്നെ അടുത്ത ലിസ്റ്റ് വരേണ്ട ഔട്ട്പുട്ട് ഡിവൈസസ് കഴിഞ്ഞിട്ടാണ്. അവിടെ ബിൽഡിംഗ് സ്റ്റൈൽ സ്ക്വയർ ആണ്. അത് എഴുതി കഴിഞ്ഞാൽ അത് മൊത്തം എഴുതി കഴിയുമ്പോൾ ആ ലിസ്റ്റും ക്ലോസ് ചെയ്യണം. അടുത്ത ലിസ്റ്റ് ഏത് കഴിഞ്ഞിട്ടാ? മെമ്മറി ഡിവൈസ് കഴിഞ്ഞിട്ട് ഉള്ള ലിസ്റ്റാണ്. അത് ഏത് ടൈപ്പ് ലിസ്റ്റാണ്? അൺഓർഡേഡ്. അപ്പോൾ UL. ഓക്കെ, അതിൻ്റെ ടൈപ്പ് എന്താ? ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ. ഓക്കെ, ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ. ഓക്കെ, അതിന് ലിസ്റ്റുകൾ പറഞ്ഞോ. LI ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് LI യൂസ് ചെയ്തു. അടുത്ത CD-ROM അത് ക്ലോസ് ചെയ്തു. അടുത്ത ഫ്ലാഷ് ഡ്രൈവ്. അത് ക്ലോസ് ചെയ്തു. ഇനി എന്ത് വേണം? ആ ലിസ്റ്റും കംപ്ലീറ്റ് കഴിഞ്ഞില്ലേ? അപ്പോൾ എന്തോ ക്ലോസ് ചെയ്യണം? UL ക്ലോസ് ചെയ്യണം. അപ്പം നിങ്ങൾ നോക്കിയാൽ പ്രോപ്പറായിട്ട് നമ്മൾ നോക്കിയേ, ഇൻപുട്ട് ഡിവൈസസ് കഴിഞ്ഞപ്പോൾ ഒരു ലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് MICR കഴിഞ്ഞപ്പോൾ ആ ലിസ്റ്റ് ക്ലോസ് ചെയ്തു. ഔട്ട്പുട്ട് ഡിവൈസസ് കഴിഞ്ഞിട്ടും ഒരു ലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സ്പീക്കർ കഴിയുമ്പോഴേ ആ ലിസ്റ്റ് ക്ലോസ് ചെയ്തു. അതുപോലെ മെമ്മറി ഡിവൈസസ് കഴിഞ്ഞിട്ട് നമ്മൾ ലിസ്റ്റ് ഓപ്പൺ ചെയ്തു. അത് മൊത്തം കഴിഞ്ഞപ്പോഴേ ലിസ്റ്റ് ഉള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ട് ഓപ്പണിങ്ങും ക്ലോസിങ്ങും നടന്നാൽ മാത്രമേ ഉള്ളൂ നെസ്റ്റഡ് ലിസ്റ്റ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അവസാനം നോക്കി നമ്മൾ ആദ്യം മെയിൻ ലിസ്റ്റ് എഴുതിയ മെയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർഡേഡ് ലിസ്റ്റ്. നമ്പറിങ് സ്റ്റൈലിൽ 1 2 3 ഉള്ളതുകൊണ്ട് ഓർഡേഡ് ലിസ്റ്റാണ്. ഓയിൽ ടാഗ് നമ്മൾ ആദ്യം ചെയ്ത ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി, ഇതിന് ഓരോന്നിനും നമ്മൾ ഓയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഓയിൽ ടാഗിനുള്ള ലിസ്റ്റ് എല്ലാം എഴുതുക. ഇൻപുട്ട് ഡിവൈസ് എഴുതി, ഔട്ട്പുട്ട് ഡിവൈസ് എഴുതി, മെമ്മറി ഡിവൈസ് എഴുതി. പിന്നെ ഓരോന്നിനുള്ളിൽ നമ്മൾ ലിസ്റ്റുകൾ ആഡ് ചെയ്യായിരുന്നു. ഇൻപുട്ട് ഡിവൈസസിനുള്ളിൽ നമ്മൾ UL ടാഗ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ ക്ലോസ് ചെയ്തു. ഔട്ട്പുട്ട് ഡിവൈസ് കഴിഞ്ഞപ്പോൾ UL ടാഗ് ആഡ് ചെയ്തു, അത് ക്ലോസ് ചെയ്തു. അതേപോലെ മെമ്മറി ഡിവൈസ് കഴിഞ്ഞപ്പോൾ UL ടാഗ് ഓപ്പൺ ചെയ്തു. ഫ്ലാഷ് ഡ്രൈവ് കഴിഞ്ഞ ഉടനെ ക്ലോസ് ചെയ്തു. ഓക്കെ അല്ലേ? ഈ ബാക്കി ടാഗുകളെ ക്ലോസ് ചെയ്യാം. ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. HTML ക്ലോസ് ചെയ്തു. ഒന്ന് സേവ് ചെയ്ത് നോക്കാം. നെസ്റ്റഡ് ലിസ്റ്റ് .html ഡെസ്ക്ടോപ്പിലേക്ക് ഇട്ടാൽ സേവ്. ഇപ്പം നോക്കിയാൽ കറക്റ്റായിട്ട് ടാഗ് എടുത്തുകൊണ്ടാണ് കൃത്യമായിട്ട് നമ്മൾ നോക്കുക. ടാഗ് എല്ലാം നീല കളറിൽ വന്നു.
ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ പച്ച കളറിൽ വന്നു, ബാക്കി അതിനുള്ളിലുള്ളതെല്ലാം ബ്ലാക്ക് കളർ. നമുക്കത് നോക്കിയാൽ മനസ്സിലാവും. നമുക്കിതിനകത്ത് ഏതെങ്കിലും ഒരു എണ്ണം കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ കറക്റ്റായിട്ട് അവിടെ വരത്തില്ല. ഇനി നമുക്കൊന്ന് സേവ് ചെയ്തിട്ടുണ്ട്, എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ബിൽഡിൽ എക്സിക്യൂട്ട്. ഇപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് കിട്ടിയേക്കുന്നത് കാണുന്നുണ്ടോ? അതായത് ഇൻപുട്ട് കമ്പോണൻസ് കമ്പ്യൂട്ടർ എന്നുള്ള ഹെഡിങ് ആയിരുന്നു, അതിൻ്റെ അടിയിൽ വര വന്നു, ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കളർ വന്നു, ടെക്സ്റ്റിന് വൈറ്റ് കൊടുത്തുകൊണ്ട് ടെക്സ്റ്റ് എല്ലാം വൈറ്റ് കളറിൽ വന്നു. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ് എന്നുള്ള മെയിൻ ലിസ്റ്റ് വന്നു. ഓരോന്നിനും ഉള്ളിൽ എന്ത് വന്നു? സബ് ലിസ്റ്റുകളായിട്ടുള്ള ആദ്യത്തെ ലിസ്റ്റ് സർക്കിൾ, രണ്ടാമത്തെ സ്ക്വയർ, മൂന്നാമത്തെ സർക്കിൾ. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് എന്ത് തയ്യാറാക്കുക, നമ്മുടെ എന്താ ലിസ്റ്റുകൾ, നെസ്റ്റഡ് ലിസ്റ്റുകൾ തയ്യാറാക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഇനി ഇതിനകത്ത് ഞങ്ങൾ ലിസ്റ്റുകളെ കാണിച്ചു തരാം. കാണുന്നതാണ് ഓർഡേഡ് ലിസ്റ്റാണ്, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇത് ടാഗ് കൊടുക്കണ്ടേ? ഓർഡേഡ് അല്ല, സോറി ഓർഡേഡ് ലിസ്റ്റ് അല്ല. അപ്പോൾ ഏത് ലിസ്റ്റാണ്? ഡിസ്ക് വന്നേക്കുന്നതാണ്, ബുള്ളറ്റാണ്. അപ്പോൾ ഏത് ലിസ്റ്റാണ്? അൺഓർഡേഡ് ലിസ്റ്റ് ആയതുകൊണ്ട് UL കൊടുത്തു. അതിൻ്റെ ടൈപ്പ് ഏതാ? ടൈപ്പ് ഡിഫോൾട്ട് ടൈപ്പാണ് ഡിസ്ക്. അതുകൊണ്ട് സർക്കിളല്ല. സർക്കിൾ ആകുമ്പോൾ തന്നെ അകം പൊള്ളയാണ്, അതതില്ല. ഇവിടെ അകം ഫില്ല് ചെയ്തുകൊണ്ട് ഡിസ്ക്കാണ്, അത് ഡിഫോൾട്ട് ആയതുകൊണ്ട് നമ്മൾ ടൈപ്പ് ആട്രിബ്യൂട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, കൊടുക്കുവാണെങ്കിൽ ടൈപ്പ് ചെയ്തുള്ള ഡിസ്ക് എന്ന് കൊടുക്കാം, അത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്ത വീണ്ടും നമ്മൾ അതിൻ്റെ ലിസ്റ്റുകൾ എങ്ങനെ തയ്യാറാക്കാം? ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നുള്ള ലിസ്റ്റുകൾ തയ്യാറാക്കണം. എങ്ങനെയാണ്? ഏത് ടാഗ്? പറഞ്ഞു വേഗം പറ, സമയം വേണം. LI ടാഗ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാം? ഹാർഡ്വെയർ എഴുതി, എന്നിട്ട് LI ക്ലോസ് ചെയ്തു. വീണ്ടും നമ്മൾ LI ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സോഫ്റ്റ്വെയർ എഴുതി, എന്നിട്ട് ആ LIയും ക്ലോസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ആ അൺഓർഡർ ലിസ്റ്റിനെ ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യണം. ഇതല്ല, അവിടെ വരെ ചെയ്തു. ഇനിയാണ് നമ്മൾ നോക്കേണ്ടത് ഹാർഡ്വെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റ് ഏതാണ്? ഇൻപുട്ട് ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, റാം, ഹാർഡ് ഡിസ്ക് എന്നൊക്കെ പറഞ്ഞ ഈ ലിസ്റ്റ് ഏതാണ്? ഓർഡേഡ് ലിസ്റ്റാണോ അൺഓർഡേഡ് ലിസ്റ്റാണോ? 1, 2, 3 ആണ്. അപ്പോൾ ഏത് ലിസ്റ്റാണ്? പറഞ്ഞോ. ഓർഡേഡ് ലിസ്റ്റ്. ഏത് ടാഗ് ഉപയോഗിക്കണം? ഓർഡേഡ് ലിസ്റ്റിൻ്റെ ടാഗ് OL. അപ്പോൾ ഹാർഡ്വെയർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഹാർഡ്വെയർ കഴിഞ്ഞ ഉടനെ നമ്മളൊരു OL ടാഗ് ആ ലിസ്റ്റ് തയ്യാറാക്കുക. OL. അതിനുശേഷം ആ ലിസ്റ്റുകളെല്ലാം എഴുതി. ഏതൊക്കെയാണ്? അതിൻ്റെ ടൈപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ടൈപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? 1, 2, 3 എന്നുള്ള ഡിഫോൾട്ട് സ്റ്റൈലായതുകൊണ്ട് ടൈപ്പ് കൊടുക്കേണ്ട. നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ടൈപ്പ് ഈക്വൽ ടു A എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ടൈപ്പ് ഈക്വൽ ടു A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൈൽ മാറും. ടൈപ്പ് വരുന്നത് ഏതായിരിക്കും? ABC എന്നുള്ള ഓർഡറിലായിരിക്കും വരിക. അപ്പോൾ ടൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു 1, 2, 3 ആയതുകൊണ്ട്. ആ ലിസ്റ്റുകളെല്ലാം പറഞ്ഞോ? എല്ലായി പറഞ്ഞേ. ഒന്നാമത്തെ ഏതാണ്? IO ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. അത് കഴിയുമ്പം LI ക്ലോസ് ചെയ്തു. വീണ്ടും അടുത്തത്, അടുത്ത റോ, അത് ക്ലോസ് ചെയ്തു. വീണ്ടും അടുത്ത ഹാർഡ് ഡിസ്ക് ആൻഡ് DVD ഡ്രൈവ്. ഓക്കെ, LI ഹാർഡ് ഡിസ്ക് മാത്രം നമുക്ക് ചെറുതായി ഹാർഡ് ഡിസ്ക് കൊടുത്തു. LIയും ക്ലോസ് ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? ആ ലിസ്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പം ഇനി എന്ത് ചെയ്യണം? ഏത് ക്ലോസ് ചെയ്യണം? ഏത് ടാഗ് ക്ലോസ് ചെയ്യണ്ടേ?
OL ടാഗ് ക്ലോസ് ചെയ്യുക. ഓക്കെ, OL ടാഗോടെ ക്ലോസ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? അവിടെ OL ടാഗ് ക്ലോസ് ചെയ്തു. ദെൻ വീണ്ടും അടുത്ത് കഴിഞ്ഞിട്ട് ഇനി സോഫ്റ്റ്വെയർ കഴിഞ്ഞിട്ടാണ് അടുത്ത ലിസ്റ്റ്. അപ്പോൾ സോഫ്റ്റ്വെയർ കഴിഞ്ഞിട്ട് വേണം അടുത്ത ലിസ്റ്റ് ഓപ്പൺ ചെയ്യാൻ. അടുത്ത ലിസ്റ്റ് ഏതാ? അല്ല, സോഫ്റ്റ്വെയർ കഴിഞ്ഞിട്ടുള്ള ലിസ്റ്റ് ഏതാണ്? ഓർഡേഡ് ലിസ്റ്റാണോ അൺഓർഡേഡ് ലിസ്റ്റാണോ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് ഓർഡേഡ് ആണ്. അപ്പോൾ ഏത് ടാഗ് വേണം? ഏത് ടാഗാ? OL കൊടുത്തു. ദെൻ വീണ്ടും അതിൻ്റെ ടൈപ്പ് ചെയ്യാൻ കൊടുക്കുന്നില്ല, ഡിഫോൾട്ട് 1 2 3 വന്നോളും. അതിൻ്റെ വീണ്ടും നമ്മൾ LI കൊടുക്കുന്നു. ഒന്നാമത്തെ ലിസ്റ്റ് ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ നമ്മളിവിടെ 1 2 3 ABCD ഒന്നും ടൈപ്പ് ചെയ്യുന്നില്ലെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ലിസ്റ്റ് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് വെറുതെ 1 2 3 ടൈപ്പ് ചെയ്ത് വെക്കരുത്. ആ ലിസ്റ്റ് എന്താണോ അത് സ്പെസിഫൈ ചെയ്യാന്നുള്ള മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. /LI. ഞാൻ വീണ്ടും LI. അടുത്തതാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. LI ക്ലോസ് ചെയ്തു. ദെൻ OL ക്ലോസ് ചെയ്തു. ഈ ചെയ്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കും. അതായത് നമ്മുടെ മെയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അൺഓർഡേഡ് ലിസ്റ്റായിരുന്നു. അവിടെ UL ടാഗ് ഓപ്പൺ ചെയ്തു. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ നമ്മൾ എഴുതി. അതിനുശേഷം ഹാർഡ്വെയർ കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റൊരു ലിസ്റ്റുണ്ട്. അത് ഓർഡേഡ് ലിസ്റ്റാണ്. ആ ഓർഡേഡ് ലിസ്റ്റിൻ്റെ OL ടാഗ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളത് ആ ലിസ്റ്റിലുള്ള എല്ലാ ലിസ്റ്റുകളും എഴുതി. അതായത് ഇൻപുട്ട് ഓഫ് ഡിവൈസ് എഴുതി, റോം എഴുതി, ഹാർഡ് ഡിസ്ക് എഴുതി. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ആ ലിസ്റ്റ് ക്ലോസ് ചെയ്തു. വീണ്ടും അടുത്ത ലിസ്റ്റ് വരുന്നത് സോഫ്റ്റ്വെയർ കഴിഞ്ഞിട്ടാണ്. സോഫ്റ്റ്വെയർ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ OL ടാഗ് ഓപ്പൺ ചെയ്തു. വീണ്ടും അതിനകത്ത് ലിസ്റ്റുകളുണ്ട് എഴുതി. ആ OL ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാനുള്ളത് ഏതൊക്കെയാണ്? ബോഡി ക്ലോസ് ചെയ്യണം, അതേപോലെ ചിറ്ററിന് ക്ലോസ് ചെയ്യാം. ഈ ഒരു സംഭവം രസമാണ്. കാരണം ഇതിനകത്ത് ഔട്ട്പുട്ട് കാണുമ്പം കുറച്ച് ഭംഗിയുണ്ടാവും എന്നുള്ളതുകൊണ്ട് നമുക്കിത് ഈ HTML എന്ന് പറയുന്ന കാര്യം നമുക്ക് പഠിക്കാൻ വളരെ രസമുള്ള സംഭവമാണ്. ഏറ്റവും രസകരമായ ചാപ്റ്ററാണ് HTML വെബ് ഡിസൈനിങ് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഡെസ്ക്ടോപ്പിൽ നമ്മൾ എന്ത് സംബന്ധിച്ചു? ലിസ്റ്റ് 2 നമ്മൾ സേവ് ചെയ്തു. ലിസ്റ്റ് 2 ഇതും കണ്ടാൽ മനസ്സിലാവും. ടാഗുകളെല്ലാം ബ്ലൂ കളറിൽ വന്നു. ആട്ട്പുട്ടിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ പച്ച കളറിൽ വന്നു. ഇനി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ക്ലോസ് ചെയ്യാനുണ്ട്. ലിസ്റ്റെല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ആ ഫോണ്ടും കൂടെ ഒന്ന് ക്ലോസ് ചെയ്യാം. എന്തായാലും കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്യും. ഫോണ്ടും കൂടെ ക്ലോസ് ചെയ്യും. അവിടെ നമ്മളിവിടെ, അതായത് ഹാർഡ്വെയറിന് മുമ്പായിട്ട് നമ്മൾ ഫോണ്ട് ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ക്ലോസ് ചെയ്തത്. ഇപ്പം ഇവിടെ നമ്മൾ എല്ലാ ടാഗുകളും ചെറിയ അക്ഷരത്തിലാണ് എഴുതിയേക്കുന്നത്. ഒന്ന് നോക്കിയോ എന്താ സംഭവിക്കാമെന്ന്. എന്ത് സേവ് ചെയ്തപ്പം ഒരു പ്രശ്നം പറ്റി. നമ്മൾ .html കൊടുത്തില്ല. സ്റ്റെപ്പ് 2 /2 മാത്രമേ ഉള്ളൂ. അതാണ് HTML ആയിട്ട് വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യേണ്ട കാരണം അതാണ്. .html എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുക്കാത്തത് കൊണ്ടാണ് എന്താ വെബ് പേജായിട്ട് ഡിസ്പ്ലേ ചെയ്യാത്തത്. ഇപ്പം നോക്കിയാൽ മനസ്സിലാവും. ക്ലിയർ ആണോ? കാണുന്നുണ്ടോ? ഹോംകാറേ കമ്പോണൻസ് ഓഫ് റെഡ് ബാക്ക്ഗ്രൗണ്ട് വന്നു. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളത് മഞ്ഞ കളറിൽ വന്നു. ബാക്കി ആ ലിസ്റ്റുകളെല്ലാം നീല കളർ. അപ്പോൾ നമ്മൾ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറിന് ഫോണ്ട് കളർ ഈക്വൽ ടു യെല്ലോ എന്ന് കൊടുത്തിരുന്നു. ഇവിടെ നമ്മൾ ഈ ലിസ്റ്റുകൾക്കകത്ത് ഫോണ്ട് കളർ ഈക്വൽ ടു ബ്ലൂ എന്ന് കൊടുത്തിരുന്നു. അപ്പം ഒറ്റ കളർ മതി നമുക്ക് ടെക്സ്റ്റ് ആട്രിബ്യൂട്ട് വെച്ച് കൊടുക്കാം. അല്ലാതെ ഓരോന്നിനും കളർ സെപ്പറേറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫോണ്ട് കളർ വെച്ച് വേണം നമ്മൾ കൊടുക്കാൻ. ഓക്കെ അല്ലേ? ആണോ? അപ്പം നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റിലെ ഐറ്റത്തിനുള്ളിൽ മറ്റൊരു ലിസ്റ്റ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇനി ഞങ്ങൾ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.